World and PSC പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK World and PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് തുടർന്നുണ്ടാകണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ, വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കാതെ ശ്രമിക്കുക. ഒപ്പം ഞങ്ങളുടെ FB പേജായ GK World and PSC എന്ന പേജ് നിങ്ങൾ FBയിലേക്ക് ഒന്ന് കയറുമ്പോൾ ലൈക്ക് ചെയ്യുക. അഡീഷണൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും എക്സാം റിസൾട്ട്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുൻ വർഷത്തെ PSCയിൽ ചോദിച്ചിട്ടുള്ള ആവർത്തന ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറുതെ കേട്ട് പോവാതെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉത്തരം ആലോചിച്ച് വായിച്ച് പഠിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ഓഡിയോസ് കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും ക്ലാസ്സുകൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മനസ്സിൽ വളരെ നാളെ നിൽക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐസ്ലൻഡിന്റെ നാണയം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ, ഐസ്ലൻഡിന്റെ നാണയം ക്രോണയാണ്. ക്രോണയാണ് ഐസ്ലൻഡിന്റെ നാണയം. 2ഉം 3ഉം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ഉത്തരം ലോർഡ് വെല്ലിംഗ്ടൺ ആണ് 2ഉം 3ഉം വട്ടമേശ സമ്മേളന സമയത്തെ ഇന്ത്യൻ വൈസ്രോയി. 1987 രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനം, അതായത് നോൺ അലൈൻ മൂവ്മെന്റ്, അതിന്റെ അനുബന്ധ കമ്മിറ്റി ഏതാണ്? ചോദ്യം കൂടെ ആവർത്തിക്കുകയാണ്. 1987 രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റി. ഉത്തരം ആഫ്രിക്ക ഫണ്ട് എന്ന് പറയുന്നത് ദ ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ, കൊളോണൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ്. എന്താണ് ആഫ്രിക്ക ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ദ ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ, കൊളോണൈസേഷൻ ആൻഡ് അപ്പാർത്തൈഡ്. അടുത്ത ചോദ്യം, ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? ഉത്തരം കൃഷ്ണരാജ വോഡയാർ. എന്താണ്? കൃഷ്ണരാജ വോഡയാർ ആണ് ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരി. ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം LN ബെറോ പ്രഭു ആണ് ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഗവർണർ ജനറൽ. ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണ്? ഉത്തരം റസിയ സുൽത്താനയാണ് ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി. സ്റ്റാലിൻഗ്രാഡിന്റെ പുതിയ പേരെന്താണ്? വോൾഗാഗ്രാഡ് ആണ് സ്റ്റാലിൻഗ്രാഡിന്റെ പുതിയ പേര്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി. വെട്ടത്ത് നാട്ടിൽ ചാലിയം കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ് വെട്ടത്ത് നാട്ടിൽ ചാലിയം കോട്ട നിർമ്മിച്ചത്. എക്സ്റേ പതിയാതിരിക്കാൻ ഉപയോഗിക്കുന്ന രക്ഷാ കവച ലോഹം ഏതാണ്? ഉത്തരം ലെഡ് ആണ് എക്സ്റേ പതിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രക്ഷാ കവച ലോഹം. കുസുമപുരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ബീഹാറിലെ പാറ്റ്നയാണ് കുസുമപുരം എന്നറിയപ്പെടുന്ന സ്ഥലം. ഫ്രാൻസിന്റെ കോളനി വാഴ്ചയിൽ നിന്നും ലിബിയയെ മോചിപ്പിച്ചത് ആരാണ്? കിങ് ഇദ്രീസ് ലിബിയയാണ് ഫ്രാൻസിന്റെ കോളനി വാഴ്ചയിൽ നിന്നും ലിബിയയെ വിമോചിപ്പിച്ച പോരാളി. കണ്ണുനീരില്ലാത്ത അവസ്ഥയുടെ പേരെന്താണ്? സിറോതാൽമിയ എന്നാണ് കണ്ണുനീരില്ലാത്ത അവസ്ഥയുടെ പേര്. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം ഡൽഹൌസി പ്രഭു ആണ് ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്. പൂവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരി ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക് ആണ് പവലിയൻ തകർന്നു വീണ് മരിച്ച തുഗ്ലക് ഭരണാധികാരി. തലയിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 29. വാരിയെല്ലിൽ അസ്ഥികളുടെ എണ്ണം 24.
നട്ടെല്ലിൽ അസ്ഥികളുടെ എണ്ണം 26. ലോക്സഭ MP ആയ ആദ്യ മലയാളി താരമാണ് ഇന്നസെന്റ്. ഒരു ബിൽ പാസ്സാക്കുന്നതിന് ആ ബിൽ എത്ര തവണ പാർലമെന്റിൽ വായിക്കണം? 3 തവണയാണ്. മാറിലിൽ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 1. അസ്ഥികളുടെ എണ്ണം കപാലം 8 ആണ്. ഒറ്റയടിപ്പാത എന്ന കൃതിയുടെ രചയിതാവാണ് മാധവിക്കുട്ടി. അസ്ഥികളുടെ എണ്ണം മുഖത്ത് 14 എണ്ണമാണ്. മോക്ഷപ്രദീപം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ്? ഉത്തരം വരുന്നത് മരുതിമല, കൊല്ലം ജില്ലയിലെ മരുതിമലയാണ്. പീപ്പിൾസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം MN റോയ്. അസ്ഥികളുടെ എണ്ണം ചെവിയിൽ 6 എണ്ണമാണ്. അസ്ഥികളുടെ എണ്ണം ഹെഡിൽ വരുന്നത് 1 എണ്ണമാണ്. ലോകത്തിൽ ആദ്യമായി GST നടപ്പിൽ വരുത്തിയ രാജ്യമാണ് ഫ്രാൻസ് 1984. സുപ്രീം കോടതിയുടെ പിൻകോഡ് എത്രയാണ്? 110201. എന്താണ്? 110201. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 110201. നട്ടെല്ലിന്റെ ആദ്യത്തെ എല്ല് ഏതാണ്? തലയിലാണ് നട്ടെല്ലിന്റെ ആദ്യത്തെ എല്ല് വരുന്നത്. അറ്റ്ലസ് എന്നാണ് ആ എല്ലിനെ നമ്മൾ വിളിക്കുന്നത്. നട്ടെല്ലിന്റെ അവസാനത്തെ എല്ല് ഏതായിരിക്കും? കോക്ലക്സ് ആണ് നട്ടെല്ലിന്റെ അവസാനത്തെ എല്ല്. കേരള ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കുലശേഖരന്മാരുടെ ഭരണകാലത്താണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല് ഏതാണ്? ഫീമർ ആണ് ശരീരത്തിലെ ഏറ്റവും വലിയ എല്ല്. രവി നദിയുടെ പൗരാണിക നാമം എന്താണ്? പരുഷ്ണി എന്നാണ് രവി നദിയുടെ പൗരാണിക നാമം. ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലാണ് സ്റ്റേഫിസ് ആണ് ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ല്. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ എല്ല് ഏതാണ്? ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഫീമർ. ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ല് ഏതായിരിക്കും? മാൻഡിബിൾ, അതായത് കീഴ്ത്താടിയെല്ല് അഥവാ മാൻഡിബിൾ എന്നാണ് ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ല്. ശുക്രനെ നിരീക്ഷിക്കാൻ വിക്ഷേപിക്കപ്പെട്ട ആദ്യത്തെ പേടകം ഏതാണ്? മറീനർ 2. 1962 അമേരിക്കയിലാണ് മറീനർ 2. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന് നൽകിയ വിഷസസ്യം ഏതാണ്? ഹെംലോക്ക് എന്ന വിഷസസ്യമാണ് പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസിന് നൽകിയ വിഷസസ്യം. എല്ലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം റൂമാറ്റിസം, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൈറോസിസ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ. അതോടൊപ്പം തന്നെ റിക്കറ്റ്സ് അഥവാ കണ. ഒന്നുകൂടെ ആവർത്തിക്കാം. എല്ലുകളെ ബാധിക്കുന്ന അസുഖങ്ങളെല്ലാമാണ് റൂമാറ്റിസം, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപൈറോസിസ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ, റിക്കറ്റ്സ്, കണ. ഇതെല്ലാമാണ് എല്ലുകളെ ബാധിക്കുന്ന അസുഖങ്ങൾ. എത്യോപ്യയുടെ നാണയം ഏതാണ്? ബിർ ആണ് എത്യോപ്യയുടെ നാണയം. 2 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാര് പോലെയുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാര് പോലെയുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ലിഗമെന്റ്സ് അഥവാ സ്നായുക്കൾ. ലിഗമെന്റ്സ് അഥവാ സ്നായുക്കളാണ് 2 എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാര് പോലെയുള്ള ഭാഗത്തിനെ വിളിക്കുന്ന പേര്. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണ്? 1907 സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം. ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ളതും സ്ഥിരയാർന്നതുമായ സന്ധി ഏതാണ്? ഉത്തരം കാൽമുട്ട് അഥവാ പാറ്റല്ലയാണ് ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ളതും സ്ഥിരയോർന്നതുമായിട്ടുള്ള സന്ധി. വസൂരി അവസാനമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? 1975 മെയ് 17 ബീഹാറിലാണ് വസൂരി അവസാനമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. എൻ്റെ മൃഗയാസ്മരണകൾ ആരുടെ ആത്മകഥയാണിത്? കേരളവർമ്മയുടേതാണ് എൻ്റെ മൃഗയാസ്മരണകൾ. സന്ധികളിൽ വിജാഗിരി സന്ധികൾ ഏതാണ്? കൈമുട്ടും കാൽമുട്ടുമാണ് സന്ധികളിലെ വിജാഗിരി സന്ധികൾ. ഇന്ത്യയിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി.
ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജി. കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ മരുതിമല കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഹരിത സംഘം രൂപീകരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ദയവായി ഞങ്ങളുടെ ചാനലിൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദം ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ സപ്പോർട്ടും ഷെയറും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കിത് തുടർന്നും അങ്ങോട്ട് ഓടിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇനി മുതൽ മാക്സിമം ക്ലാസ്സുകൾ ഒരു ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് എപ്പിസോഡൊന്നും തരാൻ പറ്റിയില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എക്സാമിൻ്റെ സെക്ഷൻസ് ആണ് ഇനി ഈ ആഴ്ചകളിലും അതോടൊപ്പം തന്നെ അടുത്ത മാസമൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ വിജയം ആശംസിക്കുന്നു. ഇന്ന് മുതൽ ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പെഷ്യൽ ക്രാഷ് കോഴ്സുകളാണ് ആരംഭിക്കാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈം മാനേജ്മെൻറ്റും ഒപ്പം പഠിക്കേണ്ട സിലബസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്ന ക്ലാസ്സുകളെല്ലാം. സോ നിങ്ങൾക്ക് അതെല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ എപ്പിസോഡ് ഇടുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ പുതിയ എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.